അപ്പൊ എല്ലാവർക്കും എന്റെ വലിയൊരു ഹായ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. ഓക്കെ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഒരു എല്ലാവർക്കല്ല, മെജോറിറ്റി പേർക്ക് അതൊരു കുറച്ച് ബോറിംഗ് സബ്ജക്റ്റ് ആണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേർക്ക് ഉറക്കം വരും. അങ്ങനെയൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഹിസ്റ്ററി ഇഷ്ടമില്ലാത്തവർക്കും സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ, അല്ലേ? അപ്പൊ ഈ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആരുമില്ല. അപ്പൊ കഥ പോലെ ഞാൻ ഹിസ്റ്ററി മൊത്തം ഇങ്ങനെ പറഞ്ഞുതരാം. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ? അതിന് റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയുണ്ട്? ഏൻഷ്യന്റ് ഉണ്ട്, മിഡായവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്. ഓക്കെ. അതിൽ ആദ്യത്തെ കാലഘട്ടമായ ഏൻഷ്യന്റ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എല്ലാം തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലല്ലേ പിന്നെ എളുപ്പമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളിത് തുടങ്ങാൻ പോകുമ്പോൾ പറയേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷൻ നടന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും റിച്ച് ഹിസ്റ്ററിയാണ് നമുക്ക് ഉള്ളത്. 2000 വർഷം മുമ്പേ ഉള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് വർഷം തൊട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് ഉള്ളത്, അല്ലെ? അപ്പൊ അത്രയും വർഷത്തെ കഥകൾ നമുക്ക് കേൾക്കണ്ടേ? എല്ലാവരുടെയും ഐഡിയ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, ഹിസ്റ്ററി നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഹിസ്റ്ററി നമുക്ക് പണ്ടത്തെ കുറെ, ഇപ്പം ആർക്കിയോളജിക്കലി നമ്മൾ കുറെ കുഴിച്ച് കുറെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇത് ഏത് കാലഘട്ടത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇത് എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പിന്നെ കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ച്, പിന്നെ ഏതൊക്കെ ഫോറിൻ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കോയിൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, പുറത്തത്തെ കോയിൻസ് ഒക്കെ ഇവിടെ കിട്ടുമ്പോൾ ഇല്ലേ? അതേപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ പണ്ട് രാജാക്കന്മാർ ഓരോ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇൻസ്ക്രൈബ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പൊ അതുവഴി എന്തൊക്കെ യുദ്ധം നടന്നിട്ടുണ്ട്, ഏതൊക്കെ രാജാവുണ്ട്, ഏത് വർഷത്തായിരുന്നു ആള് ഭരിച്ചിരുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ കുറെ മോണിമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? പിന്നെ അത് കഴിഞ്ഞ് മെല്ലെ റിലീജിയസ് കുറെ മഹാഭാരതം, രാമായണം എന്ന് പറഞ്ഞ എപ്പിക്സ്, അതേപോലെ തന്നെ കുറെ അവരുടെ എഴുതി വെച്ചിട്ടുള്ള ബുക്സ്, പിന്നെ ഫോറിൻ ആൾക്കാർ ഇവിടെ വന്നിട്ട് എഴുതുന്ന അക്കൗണ്ട്സ്, അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ സോഴ്സസ് ഉണ്ടായിരുന്നു നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ ഹിസ്റ്ററി പഠിക്കാനായിട്ട് രണ്ട് സോഴ്സസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? നോൺ ലിറ്റററി സോഴ്സ്, അതേപോലെ തന്നെ ലിറ്റററി സോഴ്സ്. അതിൽ ലിറ്റററി പറയുന്നതിന് മുമ്പ് നോൺ ലിറ്റററി സോഴ്സ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, മോണുമെന്റ്സ്, പിന്നെ ആർക്കിയോളജിക്കൽ റിമെയിൻസ്. ഇതൊക്കെയായിരുന്നു നോൺ ലിറ്റററി സോഴ്സസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിറ്റററി സോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? റൈറ്റിംഗ്സ് ആണ്. അതിൽ മെയിൻ ആയിട്ട് റിലീജിയസ് റൈറ്റിംഗ്സ് ഉണ്ടാവും, പിന്നെ ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ടാവും, അല്ലെ? എക്സെട്ര. പിന്നെ നമ്മൾ എഴുതി വെക്കുന്ന കുറെ റെക്കോർഡ്സ്. അപ്പൊ ഈ വഴിയാണ് നമ്മൾ ഒരു ഹിസ്റ്ററി അറിയുന്നത്. പിന്നെ ഈ അറിയുന്ന രീതി വെച്ചിട്ട് തന്നെ നമ്മുടെ ഹിസ്റ്ററി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ ആദ്യം പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, പിന്നെ നമ്മുടെ മെയിൻ ഹിസ്റ്ററി. ഓക്കെ. അതിൽ പ്രീ ഹിസ്റ്ററിയിൽ നോ റൈറ്റിംഗ്സ്. ആ സമയത്ത് റൈറ്റിംഗ്സ് കണ്ടുപിടിച്ചിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ കാലഘട്ടം പ്രീ ഹിസ്റ്ററി. ആ സമയത്ത് റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, നമ്മൾ പോട്ടറി ഒക്കെ കണ്ടുപിടിക്കും, അതേപോലെ ആർട്ടിഫാക്ട്സ് ഉണ്ടാവും. ഓക്കെ. സ്റ്റോൺ ടൂൾസ്, അതേപോലെ മെറ്റൽസ്. ഈ മെറ്റൽസ് ഒക്കെ സ്റ്റോൺ ടൂൾസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു വേറെ കാലഘട്ടമായിട്ട്. പിന്നെ ഈ പോട്ടറി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് പോട്ടറി കണ്ടുപിടിക്കാൻ കാരണം, അത് ഏത് കാലഘട്ടത്തിലാണ് പോട്ടറി ഉപയോഗിച്ച് തുടങ്ങിയത്, അങ്ങനെയൊക്കെ ഓരോ ഹിസ്റ്ററി നമ്മൾ പറയും, നമ്മൾ കഥയിൽ ഇപ്പൊ കേൾക്കും. ആ ഒരു സമയത്തിനാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആ സമയത്ത് റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ഇന്റർപ്രിറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സമയത്തെ ഹിസ്റ്ററി നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പ്രോട്ടോ ഹിസ്റ്ററിയിൽ റൈറ്റിംഗ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ആ സമയത്ത് റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഇത് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കത് മനസ്സിലാവൂല. ഇതുവരെ അത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അവരുടെ സൈൻ ഉണ്ട്, ഇങ്ങനെ കുറെ സൈനൊക്കെ വെച്ചിട്ട് എഴുതുന്നതാണ്. ഇതെങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ്സ് അവൈലബിൾ ആണെങ്കിലും അത് ഡീകോഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ ഹിസ്റ്ററി, അവിടെ ആകുമ്പോഴേക്കും നമുക്ക് റൈറ്റിംഗ്സ് ഉണ്ട്. അത് പല രീതിയിലുള്ള റൈറ്റിംഗ്സ് ഉണ്ട്. റിലീജിയസ് ആയാലും ഫോറിൻ ആയാലും നമ്മുടെ റൈറ്റിംഗ്സ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൽ ആദ്യത്തെ കാലഘട്ടമായ പ്രീ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പ്രീ ഹിസ്റ്ററി തൊട്ട് തുടങ്ങിയാലോ? എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേട്ടിരിക്കും കേട്ടോ.
പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഓക്കെ. പ്രീ ഹിസ്റ്റോറിക് പീരീഡില് പണ്ട് ഏറ്റവും പണ്ട് 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 ആൾക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? അതായത് ഒന്നുമില്ലാത്ത സമയത്ത് ആൾക്കാർ ഇവിടെ ചെയ്തിരുന്ന ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആണ് അല്ലെ? അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ പല ഡിഫറെന്റ് ഫേസസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ട് കണ്ട് അവർ അവസാനം ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോകും. ആ ഒരു കഥയാണ് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നമ്മൾ അതിനെ സ്റ്റോൺ ഏജ് എന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മെജോറിറ്റി കിട്ടിയിരുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോൺസ് ആണ്. സ്റ്റോൺ ടൂൾസും സ്റ്റോൺ സംഭവങ്ങളാണ് നമുക്ക് ആ സമയത്ത് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ആ സമയത്തിന് നമ്മൾ സ്റ്റോൺ ഏജ് എന്നാണ് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിന്. കാരണം മെജോറിറ്റി നമുക്ക് കിട്ടിയിരുന്നത് സ്റ്റോൺ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഇതിനെ വേറെ പേര് പറയുന്നത് ലിത്തിക് ഏജ്. കാരണം ലിത്തോസ് എന്ന് പറയുന്നത് സ്റ്റോണിനെയാണ്. ഓക്കെ. അപ്പൊ ലിത്തിക് ഏജ് എന്നും ഈ സ്റ്റോൺ ഏജിനെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ സ്റ്റോൺ ഏജ് ഇതേപോലെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പാലിയോലിത്തിക് ആണ്. പാലിയോലിത്തിക് ഏജ്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നതാണ് മീസോലിത്തിക്. ഓക്കെ. ലാസ്റ്റ് വരുന്നത് നിയോലിത്തിക്. ഇതില് ഇത് മൂന്നും ഗ്രീക്ക് വേർഡാണ്. അപ്പൊ അതില് പാലിയോ എന്ന് പറയുന്നത് ഓൾഡും ഈ ലിത്തിക് അല്ലെങ്കിൽ ലിത്തോസ് എന്ന് പറയുന്ന സ്റ്റോണും ആണ്. അതുകൊണ്ട് അതിനെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ മീസോ എന്ന് പറയുന്നത് മിഡിൽ ആയതുകൊണ്ട് ഇതിനെ മിഡിൽ സ്റ്റോൺ ഏജ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അവസാനമായിട്ടുള്ള നിയോലിത്തിക്, നിയോ എന്ന് പറഞ്ഞ ന്യൂ ആണ്. അപ്പം ന്യൂ സ്റ്റോൺ ഏജ്. ഓക്കെ. അപ്പം സ്റ്റോൺ ഏജ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക്, മീസോലിത്തിക്കും അതേപോലെ തന്നെ നിയോലിത്തിക്കും. അതിൽ ആദ്യം വരുന്നത് പാലിയോലിത്തിക് ഏജിനെ പറ്റിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാലിയോലിത്തിക് ഏജ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ആദ്യം ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏജ്. അപ്പൊ ആ ഒരു ഏജിൽ എന്തായിരിക്കും ഉണ്ടാവുക? അതായത് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ലോകത്ത് നമ്മൾ ആദ്യമായിട്ട് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ലോകത്ത് എന്താണ് നടന്നുകൊണ്ടിരുന്നത്? അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്താണ്? ഐസ് ഏജ് അല്ലെ? ഐസ് ഏജ് തൊട്ടാണ് നമ്മളപ്പോ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും തുടക്കം തൊട്ട് പഠിക്കുമ്പോൾ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. ഈ ചില NCERT-യിൽ ഇതിങ്ങനെ മാറി മാറിയിരിക്കും. അതായത് നമ്മൾ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതായത് 2000 തൊട്ട് ഒരു 1000 BC വരെ പഠിച്ചിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ചിലപ്പം 1500 തൊട്ട് പിന്നെ അടുത്തതിൽ വരും. വേറൊരു സ്ഥലത്ത് നടന്നു എന്നും പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ വരും. അപ്പൊ ഇത് ഞാൻ ആദ്യം ഇത് മൊത്തം വായിച്ച് അത് കറക്റ്റ് ഒരു ഓർഡറിലാക്കിയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്കൂടെ വേറെ വർഷമോ ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇതിനേക്കാൾ പണ്ടത്തെ വർഷം എന്തുണ്ടായി അങ്ങനെയൊന്നും വരൂല. ഓക്കെ. അപ്പൊ ഇത് മൊത്തം ആ ഒരു കഥ പോലെ ഇങ്ങനെ പോയിക്കോളും. അപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ മതി. പാലിയോലിത്തിക് എന്ന് പറയുന്നത് 30 lakh BC തൊട്ട് 10,000 BC വരെയാണ് ഇത് പോകുന്നത്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതില് ഈ ഒരു സമയത്താണ് ആദ്യമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ നടന്നത്. ഓക്കെ. ഫസ്റ്റ് ആർക്കിയോളജിക്കൽ ഡിസ്കവറി എന്താണ് ഉണ്ടായിരുന്നത്? ഈ പാലിയോലിത്തിക് ഏജ് ആണ് ആദ്യമായിട്ട് അവർ ഡിസ്കവർ ചെയ്തത്. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലത്തെ ഒരു ജിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആളുടെ പേരാണ് റോബർട്ട് ബ്രൂസ് CE കേട്ടോ. ഫൂത്തെ. ഓക്കെ. ഇയാള് ശരിക്കും ഈ ഡിസ്കവറി കണ്ടുപിടിച്ചു. അതായത് ആദ്യമായിട്ട് അയാൾ ആർക്കിയോളജിക്കൽ ഡിസ്കവറി നടത്തി കുറെ സ്റ്റോണൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഈ പാലിയോലിത്തിക് ഏജ് ആ ഒരു സമയത്ത് ആണ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ പാലിയോലിത്തിക് ഏജിന്റെ ഫാദർ ആയിട്ട് നമ്മൾ പറയുന്നത് ഫാദർ ഓഫ് പാലിയോലിത്തിക് ഏജ് ഡിസ്കവറി ഈ റോബർട്ട് ബ്രൂസ് ഫൂത്തയാണ്. ഓക്കെ. ആള് കണ്ടുപിടിച്ച സംഭവം എന്തായിരുന്നെന്ന് അറിയോ? അതായത് 1863 ആവുമ്പോഴായിരിക്കും 1863 ആള് പല്ലവപുരം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്ത് പല്ലവരം ഹാൻഡ് ആക്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇത് എന്താ സംഭവം എന്ന് ഇങ്ങനെ പണ്ടത്തെ ഹിസ്റ്ററിയിലോട്ട് ഇങ്ങനെ പോയിട്ടാണ് ഈ പാലിയോലിത്തിക് ഏജ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു മൊത്തം ഇയാളാണ് കണ്ടുപിടിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫാദർ ആയിട്ട് ഇയാളെ കൺസിഡർ ചെയ്യുന്നത് ആര്? റോബർട്ട് ബ്രൂസ് ഫൂത്തെ. ആളെന്താണ് കണ്ടുപിടിച്ചത്? ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പല്ലവപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പല്ലവരം ഹാൻഡ് ആക്സ് ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അവിടെ നിന്നാണ് ഈ പാലിയോലിത്തിക് ഏജ് തന്നെ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ പാലിയോലിത്തിക് ഏജ് കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാനായിട്ട് ഇത് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലോവർ പാലിയോലിത്തിക്കും
പിന്നെ മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്. ഓക്കെ, അതിൽ ലോവർ ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ലോവർ നമുക്ക് 30 lakh to 1 lakh BC. ഓക്കെ, ആ സമയത്താണ് ഉണ്ടായത്. അതായത് ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ ലോകത്ത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചതില്. അതെന്താണ്? ഐസ് ഏജ് ആണ് ആ സമയത്ത് നടന്നിരുന്നത്. ഐസ് ഏജ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആൾക്കാർ എന്താണ് ചെയ്തത്? ഹണ്ടറും ഗ്യാദറേഴ്സും ആയിരുന്നു അവര്. ഓക്കെ, അവർ ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. ഓക്കെ, പക്ഷെ അവർ ആദ്യമായിട്ട് ഉപയോഗിച്ച സ്റ്റോൺ ടൂൾസ് ആയതുകൊണ്ട് അത് പോളിഷ്ഡ് ആയിരുന്നില്ല. ഇങ്ങനൊക്കെ കുറെ ഇങ്ങനെ ഒരു പോളിഷ് അല്ലാണ്ട് ഒരു ഷേപ്പിലായിരുന്നു. അപ്പം ലോവർ പാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഫീച്ചർ സ്റ്റോൺസ് അവർ ഉപയോഗിച്ചിരുന്നത് പോളിഷ്ഡ് ആയിരുന്നില്ല. ഓക്കെ, നോൺ പോളിഷ്ഡ്. ഇതാണ് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യം. ഓക്കെ, അതിന്റെ മെയിൻ സ്ഥലം ബോറി എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു അറ്റ് മഹാരാഷ്ട്ര. ഓക്കെ, ബോറി മഹാരാഷ്ട്രയിലുള്ള ബോറിയിലാണ് ഇത് മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത്. ബാക്കി സ്ഥലത്തൊക്കെ ഇത് നടന്നിരുന്നു. അതായത് കാശ്മീർ വാലി, പിന്നെ ഏതൊക്കെ സ്ഥലത്താണ്? ദിദ്വാന, രാജസ്ഥാനിലാണ് അതുള്ളത്. പിന്നെ അതേപോലെ താർ ഡെസേർട്ട്, ഇവിടെയൊക്കെയാണ് സത്യത്തില് ഈ ലോവർ പാലിയോലിത്തിക് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ നടന്നിരുന്നത്. അതായത് ഐസ് ഏജ് ഉണ്ടായത് ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ നടന്നിരുന്നതും ഈ ഒരു പോളിഷ് അല്ലാത്ത സ്റ്റോൺ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവർ നിന്നിരുന്നത് എവിടെയാണ്? കാരണം ആ സമയത്ത് ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ല. നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കേവ്സ് ഒക്കെ ഉണ്ടല്ലോ, നാച്ചുറൽ കേവ്സും അതേപോലെ തന്നെ ഷെൽട്ടേഴ്സിലാണ് ഇവർ നിന്നിരുന്നത്. ഓക്കെ, ആ ഷെൽട്ടേഴ്സും കേവ്സും ഒക്കെ ഉണ്ടായിരുന്ന മെയിൻ സ്ഥലം വിന്ധ്യാസ് ഇന്ത്യയിൽ. ഓക്കെ, വിന്ധ്യാസും അതേപോലെ തന്നെ ഡെക്കാൻ പ്ലാറ്റി ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഇവരും മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഷെൽട്ടർ ഒക്കെ ഉണ്ടായിട്ട് അവർ താമസിച്ചിരുന്ന സ്ഥലം അതൊക്കെയായിരുന്നു. പിന്നെ ആ സമയത്ത് റോക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. റോക്ക് വെച്ചിട്ട് റോക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് ആകെ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ, MP-യില് ഭീംപേട്ക കേവ്സ്. ഈ ഭീംപേട്ക കേവ്സ് ഉണ്ടല്ലോ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അതുകൊണ്ട് അത് നല്ല ഉറപ്പിച്ചത് തലയിൽ വെച്ചോ, കാരണം നമ്മളിത് പിന്നെയും 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 കുറെ പ്രാവശ്യം കാണും ഈ ഭീംപേട്ക കേവ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ലോവർ പാലിയോലിത്തിക്കിൽ നമുക്ക് പറയാനുള്ളത്. ഒന്ന് റിവൈസ് ചെയ്താലോ? ലോവർ പാലിയോലിത്തിക് ആണ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം. അതായത് 30 lakh to 1 lakh BC. ആ സമയത്ത് ഉണ്ടായിരുന്നത് ഐസ് ഏജ് ആണ്. ആ സമയത്ത് ആൾക്കാർ എന്തൊക്കെ ചെയ്തിരുന്നത്? ഹണ്ടർ ആൻഡ് ഗാദറേഴ്സ് ആയിരുന്നു. അവരുടെ കയ്യിലുള്ള സ്റ്റോൺസ് പോളിഷ്ഡ് ആയിരുന്നില്ല. മെയിൻ ആയിട്ട് നടന്നിരുന്ന സ്ഥലം ബോറിയറ്റ് മഹാരാഷ്ട്രയാണ്. അതേപോലെ തന്നെ കാശ്മീർ വാലി, രാജസ്ഥാനിലെ ദിദ്വാന, താർ ഡെസേർട്ടും ആണ് ഈ സംഭവം മെയിൻ ആയിട്ട് നടന്നിരുന്ന സ്ഥലങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഇവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് നാച്ചുറൽ കേവ്സും ഷെൽട്ടേഴ്സും ഒക്കെ ആയിരുന്നു. അതുണ്ടായിരുന്ന മെയിൻ സ്ഥലം വിന്ധ്യാസും ഡെക്കാൻ പ്ലാറ്റ്യൂ ആയിരുന്നു. പിന്നെ റോക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു, അത് ആകൊരു സ്ഥലത്തായിരുന്നു, മധ്യപ്രദേശിലുള്ള ഭീംബേട്ക കേവ്സ്. ഓക്കെ, അപ്പം ലോവർ പാലിയോലിത്തിക് അതായത് സ്റ്റാർട്ട് ചെയ്ത സമയം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മിഡിലോട്ട് പോയാലോ? മിഡിൽ എന്ന് പറയുന്നത് എവിടെ വരെയായിരുന്നു? 1 lakh വരെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. 1 lakh BC തൊട്ട് 40,000 BC വരെയാണ് പിന്നെ ഉള്ള മിഡിൽ പാലിയോലിത്തിക് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ സ്റ്റോൺസ് ഷേപ്ഡ് അല്ലെങ്കിലും ഈ മിഡിലൊക്കെ ആയപ്പോഴേക്ക് ലോവറിൽ ഷേപ്ഡ് അല്ലാത്ത സ്റ്റോൺ അവർ ഉപയോഗിച്ചു. മിഡിൽ ആയപ്പോഴേക്ക് അത് ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ആയി. ഓക്കെ, ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ആയിട്ടുള്ള സ്റ്റോണ് മിഡിലാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഏകദേശം ഇങ്ങനെ ഒരു കല്ല് ഷാർപ്പ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ആയിട്ട് അവർ സ്റ്റോൺ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് മിഡിലാണ്. ഇതുവരെ ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? ചെറിയ ചെറിയ ആനിമൽ ഉണ്ടാവുമല്ലോ, kill small animals and meat cutting. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഷാർപ്പായിട്ട് ഈ സ്റ്റോൺ ഒക്കെ റെഡിയാക്കിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ള നടന്ന ഈ സൈറ്റുകൾ പറയാം. ഈ നമ്മൾ കുറേ സൈറ്റ് കാണുന്നത്, ഇത് ഓരോ സ്ഥലം പറയുമ്പോൾ അതുണ്ടായിരുന്ന സൈറ്റുകൾ പറയും. ഇത് കുറേ പേരും കുറേ സ്ഥലങ്ങളൊക്കെ വരും. ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മളത് ചിലപ്പം അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ അത് അവോയ്ഡ് ചെയ്യരുത്. സൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ടഫ് ആണെങ്കിൽ അത് പഠിച്ചിരിക്കണം കേട്ടോ. വേണമെങ്കിൽ ഇതൊരു ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് ഓരോ സൈറ്റ് ഇത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ ഈ സ്ഥലത്ത് ഇതായിരുന്നു നടന്നിരുന്നതെന്ന് പറഞ്ഞിട്ട് പിക്ചോറലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവും. അത് നിങ്ങളുടെ രീതിയിൽ അത് പഠിക്കും കേട്ടോ. അപ്പൊ ഇത് നടന്ന സ്ഥലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നർമ്മദ, അതേപോലെ തന്നെ തുംഗഭദ്ര ഏരിയാസിലാണ് ഇത് നടന്നിട്ടുള്ളത്. പിന്നെ രാജസ്ഥാനില് ലൂണി വാലി, പിന്നെയുള്ളത് മധ്യപ്രദേശില് ഭീംപേട്ക, പിന്നെ UP-യില് ഉത്തർപ്രദേശില്
ബെലൻ വാലി. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇത് നടന്നിട്ടുള്ള സൈറ്റ്. അപ്പൊ നമുക്ക് മിഡിൽ ആയപ്പോഴേക്കും 1 lakh to 40,000 BC ഷാർപ്പ് ആൻഡ് പോയിന്റഡ് സ്റ്റോൺ അവർ ഉപയോഗിച്ചു തുടങ്ങി. അത് അവർ ഉപയോഗിക്കുന്നത് ചെറിയ ആനിമൽസിനെ കൊല്ലാനും മീറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് നടന്നിട്ടുള്ള സ്ഥലം നർമ്മദ, തുംഗഭദ്ര, രാജസ്ഥാനിലെ ലൂണി വാലി, മധ്യപ്രദേശിലെ ഭീംബേട്ക, പിന്നെ UP-യില് ഭീംബേട്ക. ഓക്കെ, ഇതൊരു മാപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും. അതായത് ഇവിടെ UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മിഡിൽ പാലിയോലിത്തിക് ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഓരോ സ്റ്റേജും മാപ്പിൽ ഇങ്ങനെ മാറുന്നതും അതും വെച്ച് നമ്മുടെ തലയിലോട്ട് പെട്ടെന്ന് അത് കയറാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് അപ്പർ പാലിയോലിത്തിക്. അപ്പർ പാലിയോലിത്തിക് ഇത് 40,000 നിന്നു. അപ്പൊ നമുക്ക് 40,000 തൊട്ട് 10,000 വരെ. അടുത്തത് എന്താ ഉണ്ടായെന്ന് നോക്കാം അല്ലെ. ഈ ഒരു അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത് ഐസ് ഏജിന്റെ എൻഡായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. അതായത് ഐസ് ഏജ് ഒക്കെ മാറുന്ന ഒരു സമയം. ഐസ് ഏജ് മാറാന്ന് പറയുമ്പോൾ എന്താണ് നടക്കുന്നത്? ക്ലൈമറ്റ് നമുക്ക് കുറച്ചും കൂടി ചൂടാവും അല്ലെ. ക്ലൈമറ്റ് ഒക്കെ വാമറായി. അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻസും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഉള്ള ഹ്യൂമൻ സ്പീഷീസിലോട്ട് നമ്മൾ എത്തി. അതായത് ഹ്യൂമൻസ് ഒക്കെ മാറി ഹോമോസേപ്പിയൻസ് ആയി. ഓക്കെ, ഹോമോസേപ്പിയൻസ് ആയി, ക്ലൈമറ്റ് വാമറായി. അതേപോലെ തന്നെ ആൾക്കാർക്കും കുറച്ചും കൂടി ബുദ്ധി വെച്ച് നമ്മുടെ സ്റ്റോണിന്റെ ടെക്നോളജിയും കൂടി. ഓക്കെ, സ്റ്റോൺ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഇപ്പൊ അവര് ഫിഷിംഗ് ടൂൾസ് ഒക്കെ ആയിട്ട് സ്റ്റോൺ വെച്ചിട്ട് ഉപയോഗിക്കും. ഫിഷിംഗ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കും, നീഡിൽസ് ആയിട്ട് ഉപയോഗിക്കും, അതേപോലെ തന്നെ ബറിൻസ്, ബ്ലേഡ്, ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ സ്റ്റോൺ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റോൺ അവര് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. പിന്നെ ആന്ധ്രാപ്രദേശില് ബോൺ വെച്ചിട്ടുണ്ടാക്കുന്ന ടൂൾസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ആർക്കിയോളജിസ്റ്റ്. ഓക്കെ, അത് ആന്ധ്രാപ്രദേശിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് വരുന്ന സൈറ്റ് പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് ആൻഡ് ഗുജറാത്ത്. ഓക്കെ, മനസ്സിലായി ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം. അതായത് ഒരു മാപ്പ് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം നമുക്ക് പിക്ചറലായിട്ട് നമ്മുടെ തലയിൽ അത് ഇരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ സ്റ്റേജും അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ. അല്ലാത്തവര് അല്ലാണ്ടും പഠിക്കാം. ഓക്കെ, ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ 3 സ്റ്റേജ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്താലോ. നമുക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവാം. അപ്പം ക്ലാസ് തീരുമ്പോഴേക്കും ഇത് നിങ്ങളുടെ തലയിലോട്ട് രജിസ്റ്റർ ആവും. ഓക്കെ, നമ്മൾ പാലിയോലിത്തിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലിയോലിത്തിക്കിൽ ആദ്യം ലോവർ പാലിയോലിത്തിക് ആണ് നമ്മൾ ഫുൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐസ് ഏജ് ആയിരുന്നു, ഹണ്ടർ ആൻഡ് ഗാദേഴ്സ് ആയിരുന്നു, സ്റ്റോൺ ടൂൾസ് പോളിഷ്ഡ് അല്ലായിരുന്നു, മെയിൻ സ്ഥലങ്ങൾ താഴ്ത്തുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ഷെൽറ്റേഴ്സ് നാച്ചുറൽ കേവ്സിലാണ് അവർ നിന്നിരുന്നത്. റോക്ക് ഷെൽറ്റേഴ്സ് ഉള്ള സ്ഥലം ഏതായിരുന്നു? മധ്യപ്രദേശിൽ ഭീമിഡ്ക. അതേപോലെ തന്നെ പിന്നെ മിഡിലൊക്കെ ആയപ്പോഴേക്കും അവർ ഷാർപ്പ് പോയിന്റഡ് ആയിട്ട് സ്റ്റോൺസ് ഉപയോഗിക്കാൻ തുടങ്ങി. കിൽ സ്മോൾ ആനിമൽസ് ആൻഡ് മീറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ സൈറ്റും പറയുന്നുണ്ട്. പിന്നെ അപ്പർ പാലിയോലിത്തിക്കിൽ 40,000 to 10,000 BC ആണ്. ഐസ് ഏജ് തീരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും അപ്പർ പാലിയോലിത്തിക് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കുറച്ചും കൂടി ചൂടായി, ഹോമോസേപ്പിയൻസ് ആയിട്ട് ഹ്യൂമൻസ് മാറി, സ്റ്റോണിന്റെ ടെക്നോളജിയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി, ഫിഷിംഗ് ടൂൾസ്, നീഡിൽസ്, ബറിൻസ്, ബ്ലേഡ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആന്ധ്രാപ്രദേശിലാണ് ബോൺ വെച്ചിട്ടുള്ള ടൂൾസ് കണ്ടിട്ടുള്ളത്. ബാക്കി സൈറ്റും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഏജിലോട്ട് പോയാലോ. അതേതാ ഓർമ്മയുണ്ടോ? മീസോലിത്തിക് ഏജ്. മീസോലിത്തിക് ഏജിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 10,000 to 6,000 BC ആണ്. ഓക്കെ, അപ്പൊ ഈ സമയമായപ്പോഴേക്കും നമ്മുടെ ഐസ് ഒക്കെ മെൽറ്റ് ചെയ്തു. ഓക്കെ, ഐസ് മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഐസ് മെൽറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലൈമറ്റ് ചൂടാകും. ക്ലൈമറ്റ് ചൂടാകുമ്പോൾ നമ്മുടെ ഇവിടെ പുതിയ പുതിയ ഫ്ലോറയും ഫൗണയും അതിൻ്റെ ഉള്ളിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരും. അതായത് ചേഞ്ചസ് ഇൻ ഫ്ലോറ ആൻഡ് ഫോറ. പുതിയ കുറെ ചെടികൾ വരും, പുതിയ കുറെ ആനിമൽസ്, അതായത് ഉള്ള ആനിമൽസ് കുറെ കൂടാം, പുതിയ ആനിമൽസ് ഒക്കെ വരാം. അങ്ങനെ കുറെ അവരുടെ ഉള്ളിലും കുറെ ചേഞ്ചസ് വന്നു. കാരണം ക്ലൈമറ്റ് മാറുവാണല്ലോ. അതേപോലെ തന്നെ ഈ സമയപ്പോഴേക്ക് ഞാൻ കുറച്ചും പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ്മെന്റ് ഇൻ ടൂൾസും കുറെ മാറി. ഓക്കെ, പിന്നെ ഈ ഒരു സമയമായപ്പോഴേക്കാണ് ഗംഗ പ്ലെയിൻസിന്റെ അടുത്ത് ഫസ്റ്റ് ഹ്യൂമൻ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ഇവര് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ചെറുതായി. അതായത് ഇവര് ഉപയോഗിച്ചപ്പോഴേക്ക് അത് മൈക്രോലിത്സ് ആയി. അതായത് മിനിയേച്ചർ സ്റ്റോൺസ് അത്രയും ചെറുതായിട്ട്
സ്റ്റോണിനെ അവർ ഷേപ്പ് ചെയ്ത് അവർ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ മിനിയേച്ചർ സ്റ്റോൺ ടൂൾസ് വന്നപ്പം അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ക്രിപ്റ്റോ ക്രിസ്റ്റലൈൻ സിലിക്ക, പിന്നെ ഫൈൻലി ഗ്രെയിൻഡ് റോക്സ്. ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ മൈക്രോലെറ്റ്സ്, അതായത് മിനിയേച്ചർ സ്റ്റോൺ ടൂൾസ് ഒക്കെ അവർ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാലോ. ഇതിൽ മറ്റേ UP-യില് മിർസാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഈ സമയപ്പോഴേക്കും റോക്ക് ഷെൽട്ടേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഓക്കെ, അവിടെയാണ് ഇതിന്റെ ഏറ്റവും ഏർലിയസ്റ്റ് ഡിസ്കവറി. ഈ മീസോലിത്തിക് ഏജിൽ ആദ്യമായിട്ട്, അതായത് ഏറ്റവും ആദ്യത്തെ ഡിസ്കവറി ഓഫ് റോക്ക് ഷെൽട്ടേഴ്സ് UP-യിലും മിർസാപൂറിലാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ രാജസ്ഥാനിലും അതുണ്ടായിരുന്നു. പക്ഷെ രാജസ്ഥാനിൽ ആനിമൽ ബോൺസും ഷെൽസും അതിൻ്റെ അടുത്തായിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് സബർമതി, നർമ്മദ, അതേപോലെ തന്നെ മാഹി റിവറിന്റെ അടുത്താണ്. പിന്നെ ഈ ഒരു ഏരിയ, അതായത് ഇതൊക്കെ ഈ മീസോലിത്തിക് ഏജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ സൈറ്റ്സ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അതായത് ക്ലൈമറ്റ് ചേഞ്ച് വന്നല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ വാമറായപ്പോൾ ഗ്രാസ് ലാൻഡ് കൂടി, അതായത് പുല്ല് വളരുന്നൊക്കെ കൂടി, അങ്ങനത്തെ ഏരിയാസ് കൂടി. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ മൃഗങ്ങളുടെ എണ്ണം കൂടി. ഡിയർ, ആന്റിലോപ്പ്, ഗോട്ട്, പിന്നെ ഷീപ്പ്, കാറ്റിൽ, ഇതൊക്കെ വന്നു. മറ്റേ ക്ലൈമറ്റ് മാറി വാമറായപ്പം ഗ്രാസ് ലാൻഡ് കൂടിയപ്പം ഡിയർ, ആന്റിലോപ്പ്, ഗോട്ട്, ഷീപ്പ്, കാറ്റിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ കാറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം അടുത്തത് ഹ്യൂമൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഹ്യൂമൻ അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയം ഇതാണ് മീസോലിത്തിക് ഏജ്. ഓക്കെ, മറക്കരുത്. അപ്പം ഡൊമസ്റ്റിക്കേഷൻ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏർലിയസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യം അത് കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലാണ് അത് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് ഫസ്റ്റ് അവർ ചെയ്തിരുന്നത് വൈൽഡ് ഡോഗ് ആയിരുന്നു. വൈൽഡ് ഡോഗിനാണ് അവർ ആദ്യം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. പിന്നീട് അവർ ഷീപ്പും ഗോട്ടിനൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഫാമിങ്ങിന്റെ എവിഡൻസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ശരിക്കും അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിന്റെ അടുത്ത സ്റ്റേജിലാണ്. പക്ഷെ ഫാമിങ്ങിന്റെ എവിഡൻസ് ഇവിടെ കണ്ടിരുന്നു. മെയിൻ ആയിട്ട് വീറ്റ്, ബാർലി, റൈസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ഫാമിംഗ് ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഈ സമയത്ത് ഇവര് ആർട്ട് ലവേഴ്സ് ആയിരുന്നു. അതായത് ഇവർക്ക് പടം വരയ്ക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റോക്ക് പെയിന്റിങ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, റോക്ക് പെയിന്റിങ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തീം ഒക്കെ പറയുകയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഹണ്ടിങ്, വൈൽഡ് ആനിമൽസ്, പിന്നെ ഡാൻസ്, ഇതൊക്കെയായിരുന്നു റോക്ക് പെയിന്റിങ്ങിന്റെ തീം വരുന്നത്. ഏകദേശം 150 റോക്ക് ആർട്ട് സൈറ്റ്സ്, മീസോലിത്തിക് ഏജിന്റെ റോക്ക് ആർട്ട് സൈറ്റ്സ് 150ഓളം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ റോക്ക് പെയിന്റിങ് ഉണ്ടായിരുന്ന സ്ഥലങ്ങള്, റോക്ക് ഷെൽട്ടേഴ്സ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മധ്യപ്രദേശില് ഭീംബേട്കയും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അല്ലേ. പിന്നെ റോക്ക് പെയിന്റിങ്സ് എവിടെ ഉണ്ടാവുക? മെയിൻ ആയിട്ട് നമ്മുടെ മധ്യപ്രദേശിലുണ്ടായിരുന്നു. ഭീംബേട്ക, കാർവാർ, ജവറ, പിന്നെ ഒഡീഷയില് സംബൽപൂർ, സുന്ദർഗർ. പിന്നെ കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിലത്തെ പേര് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അതെന്താ സംഭവം എന്ന്. എഴുത്തുഗുഹ, ഇത് മറക്കൂലല്ലോ. എഴുത്തുഗുഹ, ഇവിടെയൊക്കെയായിരുന്നു ആർട്ട് പെയിന്റിങ്സ് ഒക്കെ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇവർക്കൊരു പുതിയ ബിലീഫ് വന്നത്, അതായത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലൈഫ് ഉണ്ടെന്നാണ് ഈ കാലത്ത് തൊട്ട് ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങിയത്. അപ്പം തൊട്ട് ആൾക്കാർ മരിച്ചിട്ട് നമ്മൾ കുഴിച്ചിടുമ്പോഴുണ്ടല്ലോ, കുഴിച്ചിടുമ്പം ബോഡിയുടെ കൂടെ നമ്മൾ ആനിമൽസും അതേപോലെ തിങ്സ്,
കുറെ അവരുടെ സാധനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കുഴിച്ചിടാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞ ബിലീഫ് അപ്പോൾ ഈ ഒരു കാലഘട്ടം തൊട്ട് വന്നുകൊണ്ട് പിന്നെയുള്ള കുഴിച്ചിടുമ്പോൾ ഇവർ സാധനങ്ങളും ആനിമൽസും ഫുഡൊക്കെ കുഴിച്ചിടാൻ തുടങ്ങി അവരുടെ കൂടെ തന്നെ. ഇത് മെയിൻ ആയിട്ടുള്ള കണ്ട സ്ഥലങ്ങള് ഗുജറാത്തില് ലക്നസ്, അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളില് ബുർഹൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. ഈവൻ ഡ്രൈനോസറിന് വരെ കൂട് കുഴിച്ചിട്ടതായിട്ട് എവിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പറയാനുള്ളത് അടുത്തൊരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ റിവൈസ് ചെയ്യും. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള മീസോലിത്തിക് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്താലോ? മീസോലിത്തിക്, പാലിയോലിത്തിക്, സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് അടുത്തൊരു ഏജ്, അതായത് സ്റ്റോൺ ഏജിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് മീസോലിത്തിക്. 10,000 to 6,000 BC ആണ് അതിൽ വരുന്ന സമയം. അവിടെ ഐസ് മെൽറ്റ് ആയി, ഫ്ലോറി ഫോണയിലും കുറെ ചേഞ്ചസ് ഒക്കെ വന്നു, ടൂൾസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. ഹ്യൂമൻ കോളനൈസേഷൻ ആദ്യമായിട്ട് ഗംഗാ പ്ലെയിൻസിന്റെ അടുത്ത് നടന്ന സമയം ശരിക്കും ഈ ഒരു സമയമാണ്. അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസിൽ വരുന്ന അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായി, മൈക്രോലിറ്റ്സ്, അതായത് മിനിയേച്ചർ സ്റ്റോൺ ടൂൾസ് ആയി അവർ ഉപയോഗിക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ്. ക്രിപ്റ്റോ ക്രിസ്റ്റലൈൻ സിലിക്കും ഫൈൻലി ഗ്രെയിൻഡ് റോക്സ് വെച്ചിട്ടാണ് അവർ അത് ഉണ്ടാക്കിയിരുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടതും അതേപോലെ തന്നെ റോക്ക് ഷെൽട്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഡിസ്കവറി, സ്ഥലത്തിന്റെയും റോക്ക് ഷെൽട്ടേഴ്സിന്റെ ഏർലിയസ്റ്റ് ഡിസ്കവറി യുപിയിലും മിർസാപൂരിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ രാജസ്ഥാനിൽ ഇതേപോലെ തന്നെ ആനിമൽ ബോൺസും ഷെൽസ് ഒക്കെ ഇതിന്റെ അടുത്തായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പം ഈ ബോൺസും ഷെൽസ് എന്ന് പറയുമ്പോൾ ബോൺസ് ഒക്കെ അവര് ഒന്നില്ലെങ്കിൽ ഹണ്ട് ചെയ്ത് എടുത്തായിരിക്കും, അങ്ങനെയൊക്കെ അത് ആ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സബർമതി, നർമ്മദ, മാഹി റിവർ അടുത്തൊക്കെയാണ് ഇതിന്റെ സൈറ്റ്സ് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ സൈറ്റ്സ് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പം ഗ്രാസ് ലാൻഡ് കൂടി, അതുകൊണ്ട് തന്നെ ഡിയർ, ആന്റിലോപ്പ്, ഗോട്ട്, ഷീപ്പ്, കാറ്റിലൊക്കെ വന്നു, കൂടുതലായി വന്നു. അപ്പൊ ഹ്യൂമൻ അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത എവിഡൻസ് നമുക്ക് മധ്യപ്രദേശിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വൈൽഡ് ഡോഗാണ്. പിന്നെ അവർ ഷീപ്പും ഗോട്ടൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വീട്ടിൽ വളർത്താൻ തുടങ്ങി. ഫാമിങ്ങിന്റെ എവിഡൻസ് ഉണ്ട്, കാരണം വീറ്റും ബാർലി റൈസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആർട്ട് ലവേഴ്സ് ഉണ്ടായിരുന്നു ഈ സമയപ്പോഴേക്കും. റോക്ക് പെയിന്റിങ്സ് ഒക്കെ തുടങ്ങി. തീം ഹണ്ടിങ്ങും വൈൽഡ് ആനിമൽസും ഡാൻസിങ് ഒക്കെ ആയിരുന്നു. 150ഓളം മീസോലിത്തിക് റോക്ക് ആർട്ട് സൈറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെയായിരുന്നു? മധ്യപ്രദേശിൽ ഭീംബേട്ക. ഇപ്പോഴും ഭീംബേട്ക പോയി കഴിഞ്ഞാൽ റോക്ക് പെയിന്റിങ്സ്, ആ കാലത്തെ റോക്ക് പെയിന്റിങ്സ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. പിന്നെ കാർവാർ, ജവറ, പിന്നെ ഒഡീഷയിലെ സംബൽപൂരും സുന്ദർഗറും, പിന്നെ കേരളത്തിൽ നമ്മുടെ എഴുത്തുഗുഹയും. അതേപോലെ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ മരിച്ചതിന് ശേഷം ഒരു ലൈഫ് ഉണ്ടെന്നുള്ള ഒരു ബിലീഫ് അവർ ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആൾക്കാരെ കുഴിച്ചിടുമ്പോൾ കൂടെ ആനിമൽസ്, അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവർക്ക് ഇങ്ങോട്ട് കഴിക്കാനുള്ള ഫുഡും അവരുടെ കൂടെ തന്നെ കുഴിച്ചിട്ടിരുന്നു. അത് മെയിനായിട്ട് ആ സമയത്ത് കണ്ടുപിടിച്ച ഗുജറാത്തിലെ ലഗ്നജും അതേപോലെ വെസ്റ്റ് ബംഗാൾ ബുർഹാൻപൂരിലായിരുന്നു ഇവൻ ഡൈനോസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഏജിലോട്ട് പോയാലോ? ലാസ്റ്റ് ഏജ് എന്താണ്? നിയോലിത്തിക് ഏജ്. അപ്പൊ അത് പറിക്കാം. നിയോലിത്തിക് ഏജ്, അതിന്റെ സമയം 6,000 to 1000 BC ആണ് ആ ഒരു കാലഘട്ടം വരുന്നത്. നിയോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ന്യൂ സ്റ്റോൺ ഏജ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ആ സമയത്ത് ഒരാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ സമയത്തല്ല, ഒരാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ജോർഡൻ ചില്ല എന്ന് പറഞ്ഞ ഒരാള് ഒരു ബുക്ക് എഴുതി, മാൻ മേക്സ് ഹിംസെൽഫ്. ആ ഒരു ബുക്കിന്റെ ബേസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഏജ് തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും വലിയൊരു റെവല്യൂഷൻ നടന്നു. ആ ഒരു റെവല്യൂഷന് തന്നെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഈ ഒരു കാലഘട്ടം തൊട്ട് എല്ലാം അഡ്വാൻസ്ഡ് ആയി, ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഫുള്ളി നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലിയോലിത്തിക്കില് അവര് ഫുള്ളി ഡിപ്പെൻഡന്റ് ഓൺ നേച്ചർ ആയിരുന്നു, അല്ലെ? അതേപോലെ തന്നെ മീസോലിത്തിക് ആയപ്പോഴേക്കും ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നിയോലിത്തിക് ആയപ്പോഴേക്കും അവര് സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി, ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയി. അതായത് അഗ്രികൾച്ചർ അവർ സ്റ്റാർട്ട് ചെയ്തു. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത സമയമാണ് നമ്മുടെ നിയോലിത്തിക് ഏജ്. ഈ കാര്യം കൊണ്ട് തന്നെ, അതേപോലെ തന്നെ കുറെ പുതിയ സംഭവങ്ങൾ അവർ കണ്ടുപിടിക്കാനും ഈവൺ അവര് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ തുടങ്ങിയതും പോട്ടറി കണ്ടുപിടിച്ചതും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അത്ര അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ട് നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് ഈ ജോർദൻ ചിൽഡെ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്, മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഏജിനെ പറ്റി പറഞ്ഞാലോ? ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ഈ കാലഘട്ടത്തിലാണ് അവർ അഗ്രികൾച്ചർ തുടങ്ങിയത്. അത് മെയിൻ ആയിട്ട് നടന്നിരുന്ന സ്ഥലം, അതായത് അതിന്റെ എവിഡൻസ് കിട്ടിയിരുന്നത് എവിടെയായിരുന്നു? യുപിയിലുള്ള മഹാഗര
പിന്നെ കോൽദിവ. ഓക്കെ, ഇവിടെയൊക്കെ റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അടുത്ത പോയിന്റ് പറയേണ്ടത് സ്റ്റോൺസ് ആണ് അല്ലെ. ഈ സമയപ്പോഴേക്കും സ്റ്റോൺ നല്ല പോളിഷ്ഡ് ആയി. ഓക്കെ, സ്റ്റോൺ നല്ല പോളിഷ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയം ഇതാണ്. അപ്പൊ ഈ പോളിഷ്ഡ് സ്റ്റോണിന് വേറൊരു പേര് പറയും, സെൽസ്. ഓക്കെ, സെൽസ് എന്നാണ് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ആക്സസും പിന്നെ ബോൺ വെച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങിയവർ. ബോൺ വെച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കുന്നത് നീഡിൽസും ആരോസ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയപ്പോഴേക്കും. ഓക്കെ, സ്റ്റോൺ അപ്പൊ കുറച്ചും കൂടി പോളിഷ്ഡ് ആയി. പിന്നെ ഈ ബോൺ ടൂൾസും വെപ്പൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ബീഹാറിലാണ് ആ സമയത്ത്. ഓക്കെ, ഇനി ഇവര് അഗ്രികൾച്ചർ തുടങ്ങിയല്ലോ. എന്തൊക്കെയാണ് അവർ അഗ്രികൾച്ചറിൽ ഉണ്ടാക്കിയത്? റൈറ്റ്സും വീറ്റും ബാർലിയും, അത് മാത്രമല്ലാണ്ട് പിന്നെ ഹോഴ്സ് ഗ്രാം, റാഗി, പിന്നെ കോട്ടൺ വരെ അവർ ഉണ്ടാക്കുക, കൾട്ടിവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു സമയപ്പോഴേക്കും. പിന്നെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നല്ലോ. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതിൽ ഇപ്പം കാറ്റില്, ഷീപ്പും ഗോട്ടൊക്കെ ഇപ്പൊ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാശ്മീരില് അവര് ആൾക്കാരുടെ കൂടെ ഒരു ഡോഗിനും ഗ്രേവിലിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആ ഡോഗ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നത് ആ സമയത്ത് നിന്നാണ്. ഓക്കെ, ഡോഗ്സിനൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നത് അത് കാശ്മീരിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ അഗ്രോ പാസ്റ്റോറൽ സൊസൈറ്റി ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഗ്രോ പാസ്റ്റോറൽ സൊസൈറ്റി ഇത് സൗത്തിലും ഉണ്ടായിരുന്നു. സൗത്തിലും മെയിൻ ആയിട്ട് ഇത് കണ്ടിട്ടുള്ളത് കർണാടക ഏരിയയിലാണ്. ഹല്ലൂര്, ബ്രഹ്മഗിരി, അതേപോലെ തന്നെ മസ്കി. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ അഗ്രികൾച്ചർ വന്നു. അഗ്രികൾച്ചർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള എന്താണ്? അഗ്രികൾച്ചർ ഉണ്ടായിട്ട് ഗ്രെയിൻസും റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ എന്തെങ്കിലും പാത്രം വേണ്ടേ? അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലാണ് അവര് പോട്ടറി സ്റ്റാർട്ട് ചെയ്തത്. പോട്ടറി വന്നത് ഏത് കാലഘട്ടത്തിലാണ്? നിയോലിത്തിക് ഏജില്. ഓക്കെ, ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം അവര് ഹാൻഡ് വെച്ചിട്ട് ഹാൻഡ് മെയ്ഡ് പോട്ട്സ് ആയിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അത് മെല്ലെ വീലൊക്കെ വെച്ചിട്ട് പോട്ടറി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്ത് എന്ത് വരും? കോട്ടൺ ആൻഡ് വൂൾ ക്ലോത്ത്സും ഈ കാലഘട്ടം തൊട്ട് ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, ഉണ്ടായി അവര് ധരിക്കാൻ തുടങ്ങി കോട്ടൺ ആൻഡ് വൂൾ ക്ലോത്ത്സ്. ഇതിന്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത് മെഹർഗറിലാണ്. മെഹർഗർ ഇപ്പൊ പാകിസ്ഥാനിലാണ്. ഓക്കെ, അവിടെയാണ് അതിന്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഭക്ഷണം അഗ്രികൾച്ചർ ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം കിട്ടി, ഇത് സ്റ്റോർ ചെയ്യാൻ പോട്ടറി പാത്രങ്ങൾ വന്നു, അവർക്ക് തുണി ഇടാനുമായി. ഇനി അവർ താമസിക്കണ്ടേ? ഓക്കെ, അവര് താമസിക്കുന്നത് മഡ് വെച്ചുണ്ടാക്കുന്ന റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഹൗസസിലാണ് അവർ താമസിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം മഡ് മെയ്ഡ് റെക്ടാങ്കുലർ സർക്കുലർ ഹൗസസിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇവരിപ്പോ ഹൗസ് വെച്ച് നിൽക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇവർ സെറ്റിൽഡ് ആയി. കാരണം പണ്ട് അവർ ഹണ്ടർ ആൻഡ് ഗ്യാദറേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർ സ്ഥലം മാറി മാറി ഒരു സ്ഥലത്തെ സംഭവങ്ങളൊക്കെ തീരുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോയി അങ്ങനെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നോക്കാൻ ഒരാൾ അടുത്ത് വേണം അല്ലെ. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് നാട് വിട്ട് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ അവർ ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അടുത്ത് തന്നെ അവർ സെറ്റിൽ ആവാൻ തുടങ്ങി. അപ്പൊ സെറ്റിൽഡ് സൊസൈറ്റി ഈ ഒരു സമയത്താണ് തുടങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് സെറ്റിൽഡ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന എന്താണ്? വില്ലേജസ് ഉണ്ടായി അല്ലെ. ഏർലിയസ്റ്റ് ഇന്ത്യൻ വില്ലേജസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, മെയിൻ ആയിട്ട് അത് നോർത്തിലാണ് തുടങ്ങിയത്. ഓക്കെ, പിന്നെ കാശ്മീരില് പിറ്റ് ഡ്വെല്ലിംഗ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിറ്റ് വെച്ചിട്ട് പിറ്റിന്റെ ഉള്ളിൽ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നു. ഓക്കെ, ലിവ് ഇൻ പിറ്റ്സ്. അങ്ങനെ അവർ താമസിച്ചിരുന്നു, ഈ ഹട്ട് മാത്രമല്ലാണ്ട്. പിന്നെ ഇവര് എന്തൊക്കെ ആയാലും, അതായത് എത്രയൊക്കെ മാറി മാറി നിന്നാലും എത്രയൊക്കെ വീടൊക്കെ വെച്ചാലും അവർ ഒരിക്കലും ഒരുപാട് അകലെ പോവില്ല. എന്തിന്റെ? മൗണ്ടൻസിന്റെയും റിവർ വാലീസിന്റെയും. അവരെപ്പോഴും എന്തൊക്കെ വീട് വെച്ചാലും റിവർ വാലീസും അതേപോലെ തന്നെ മൗണ്ടൻസും അടുത്തുള്ള പോലെ അവർ വീട് വെക്കത്തുള്ളൂ. കാരണം അവർ സ്റ്റിൽ ഡിപ്പെൻഡന്റ് ഓൺ സ്റ്റോൺ. അവർക്ക് സ്റ്റോൺ ഇപ്പോഴും ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് അവർക്ക് വേണം. കാരണം ഇപ്പൊ അവരെന്തൊക്കെ ചെയ്യുന്നു? ഇപ്പൊ അവര് പോട്ടറി ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ നടത്തുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഈ നാച്ചുറൽ റിസോഴ്സ് വേണം. അതുകൊണ്ട് അവർ ഒരിക്കലും റിവർ വാലീസ് അല്ലെങ്കിൽ മൗണ്ടൻസ് വിട്ടു പോകത്തില്ല. അവരെപ്പോഴും അതിന്റെ അടുത്ത് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു സമയം തൊട്ട്, അതായത് പാലിയോലിത്തിക്കും മീസോലിത്തിക്കും നിയോലിത്തിക്കും കഴിഞ്ഞു. അപ്പം എന്തുണ്ടായി? എൻഡ് ഓഫ് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിന്റെ അവസാനമായി. സ്റ്റോൺ ഏജ് ഇതോടെ തീർന്നു. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റത്തെ സ്റ്റേജ് ഒന്ന് റിവൈസ് ചെയ്താലോ? ലാസ്റ്റ് സ്റ്റേജ് നിയോലിത്തിക് ആണ്. ഈ സമയമാകുമ്പോഴേക്കും ഒരു വലിയൊരു റെവല്യൂഷൻ നടന്നു. ആ റെവല്യൂഷനെ പറ്റി പറയുന്ന ബുക്കാണ് മാൻ മേക്സ് ഹിംസെൽഫ്. അത് എഴുതിയത് ജോർഡൻ സിൽഡെ. അതായത് ഈ ഒരു സമയപ്പോഴേക്കും നമ്മൾ സ്വന്തമായിട്ടല്ല ഉണ്ടാക്കാൻ തുടങ്ങി, ഒരു സ്ഥലത്തും ഡിപ്പെൻഡ് ചെയ്യാണ്ട്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസേഴ്സ്, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അത് മെയിനായിട്ട് കണ്ടിട്ടുള്ള യുപിയിലും മഹാഗരിയും കോൾദ്വീപിലാണ്. റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് ആണ് ആ സമയത്ത് കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്റ്റോൺ പോളിഷ്ഡ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ബോൺ ടൂൾസും കിട്ടി. ഈ പോളിഷ്ഡ് സ്റ്റോൺസിനെ പറയുന്നത് സെൽസ് എന്നാണ്. പിന്നെ അഗ്രികൾച്ചർ ചെയ്യുമ്പോൾ അവര് വളർത്തുന്നത് റൈസ്, വീറ്റ്, ബാർലി, ഹോഴ്സ് ഗ്രാം, റാഗി, പിന്നെ കോട്ടണും. പിന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആനിമൽസ് മാറി, കാറ്റിൽസ്, ഷീപ്പ്, ഗോട്ടായി. കാശ്മീരിൽ ഒരാൾ കുഴിച്ചിടുമ്പോൾ ഒരു പട്ടീനെ കൂടി അവർ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോട്ടറി സ്റ്റാർട്ട് ചെയ്തു. പോട്ടറി ആദ്യം ഉണ്ടാക്കിയിരുന്നത് കൈവച്ചിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീലൊക്കെ വന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അഗ്രോ പെസ്റ്റോറൽ സൊസൈറ്റി സൗത്തിലുണ്ടായിരുന്നു. കർണാടകയിലാണ് അത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഹല്ലൂര്, ബ്രഹ്മഗിരി, മസ്കി ഏരിയയിൽ. പിന്നെ കോട്ടൺ ആൻഡ് വൂൾ ക്ലോത്ത്സ് ഇടാൻ തുടങ്ങി. മഡ് വെച്ചിട്ട് അവർ വീട് ഉണ്ടാക്കാൻ തുടങ്ങി. പിറ്റ് ഡ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, കാശ്മീരിലാണ് പിറ്റ് ഡ്വെല്ലിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ ആദ്യമായിട്ട് സെറ്റിൽഡ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. ഏർലിയസ്റ്റ് ഇന്ത്യൻ വില്ലേജസ് ഒക്കെ അവർ കണ്ടുകിട്ടി. പിന്നെ ഇവർ എത്രയൊക്കെ വീട് വെച്ചാലും എപ്പോഴും എന്തിൻ്റെ അടുത്തായിരിക്കും? റിവർ വാലീസ്, മൗണ്ടൻസിന്റെ അടുത്തായിരിക്കും. കാരണം അവർക്ക് നാച്ചുറൽ റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആണ് എപ്പോഴും. അങ്ങനെ നമ്മുടെ സ്റ്റോൺ ഏജ് തീർന്നു. ഇനി നമുക്ക് ഈ സ്റ്റോൺ മെജോറിറ്റി കണ്ടുകൊണ്ടിരുന്നോണ്ടാണ് ആ ഒരു ഏജിനെ സ്റ്റോൺ ഏജ് എന്ന് പറയാനും കാരണം. സ്റ്റോണിന്റെ വലുപ്പവും ഷേപ്പും അനുസരിച്ച് ഓരോ സമയവും നമുക്ക് പറഞ്ഞു തന്നതും. അപ്പൊ ഈ സ്റ്റോൺ കണ്ടുപിടിച്ചതിന് ശേഷം ഇവര് മെറ്റൽ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതായത് മെറ്റൽ കുറെ കണ്ടുകിട്ടി കുഴിച്ചപ്പോ. ഓക്കെ, മെറ്റൽസ് അത് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? കോപ്പർ, ലോ ഗ്രേഡ് ബ്രോൺസും കിട്ടി. ഓക്കെ, കോപ്പറും ബ്രോൺസ് ഒക്കെ കണ്ടുകിട്ടി. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് കോപ്പർ സ്റ്റോൺ ഫേസ്. ചാൽക്കോലിത്തിക് പീരീഡ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അലിവൽ പ്ലെയിൻസ് ഒഴിച്ച് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തും ഈ ചാൽക്കോലിത്തിക് പീരീഡിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് 2000 BC തൊട്ട് 500 BC വരെയാണ് ചാൽക്കോലിത്തിക് ഏജ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഇതിനൊരു പ്രീ ഹാരപ്പൻ ഫേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രീ ഹാരപ്പൻ ഫേസ്, അതായത് ഹാരപ്പൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഈ കോപ്പറും ബ്രോൺസ് ഒക്കെ കിട്ടി ചാൽക്കോലിത്തിക് ഏജ് വരുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പഠിച്ചാലോ? ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ സമയപ്പോഴേക്കും റൂറൽ സെറ്റിൽമെന്റ് വന്നു. ഓക്കെ, ആനിമൽ റെയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ചില സ്ഥലത്ത്, അതായത് ഇത് എല്ലായിടത്തും ഒരേപോലെ പോകുന്നുണ്ടെങ്കിലും ചില സ്ഥലത്ത് ഈ ചാൽക്കൊലത്തിക് ടൈം ഉണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ ഒരു ടൈം, അതായത് കോപ്പറും ബ്രോൺസ് ഒക്കെ കണ്ടുപിടിച്ച് ഈ പറയുന്ന ഫീച്ചേഴ്സ് പോലെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അത് ഈവൺ പോസ്റ്റ് ഹാരപ്പൻ ഫേസ് വരെ നിന്നിട്ടുണ്ട്. ഓക്കെ, അതായത് കുറച്ച് കൂടുതലും ചില സ്ഥലത്ത് ഇതേ ഫീച്ചേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയോലിത്തിക് ഉണ്ടല്ലോ, നിയോലിത്തിക്കും ഹാരപ്പനും ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രീ ഹാരപ്പൻ എന്ന് പറഞ്ഞ ഫേസ് ഉണ്ടല്ലോ, ഈ പ്രീ ഹാരപ്പൻ എന്ന് പറഞ്ഞ ഫേസിലാണ് ശരിക്കും പറഞ്ഞ കുറെ ട്രാൻസിഷൻ നടന്നിട്ടുള്ളത്. ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ഈ പ്രീ ഹാരപ്പൻ അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കുറെ ഗ്രാജുവൽ ആയിട്ട് എവല്യൂഷൻ നടന്നിട്ടുള്ളത് കുറെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ഈ എവല്യൂഷനും ഈ ട്രാൻസിഷൻ പീരീഡ് ഒക്കെ എന്തൊക്കെയാ നടന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ? ഈ കോപ്പർ വെച്ചിട്ട് അവർ മെയിൻ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നെന്ന് അറിയോ? ആക്സ് ഉണ്ടാക്കിയിരുന്നു, പിൻസ് ഉണ്ടാക്കിയിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഫിഷിംഗ് ഹുക്സ്, പിന്നെ നമ്മുടെ നൈഫൊക്കെ ഈ സമയത്ത് കോപ്പർ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത്. റോഡ്സ് കോപ്പർ വെച്ചിട്ട് അവർ ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ മഡ് വെച്ചിട്ടായിരുന്നല്ലോ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം സ്റ്റോണും
മഡ് ബ്രിക്സും വെച്ചിട്ടാണ് അവര് വീടുണ്ടാക്കിയിരുന്നത്. ഓക്കെ. ഗിലുൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. ഗിലുൻ സൈറ്റ് ഇത് വരുന്നത് രാജസ്ഥാനിൽ. ഇവിടെ മാത്രമാണ്, കാരണം ആ കാലഘട്ടത്തിൽ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്ത് മാത്രം ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. ബേൺ ബ്രിക്സ് ഗിലുണ്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ മാത്രമാണ് ആ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു റൂറൽ സൊസൈറ്റി, അതായത് റൂറൽ സെറ്റിൽമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ വില്ലേജ് സൊസൈറ്റി, കുറെ വില്ലേജസ് ഒക്കെ വന്നു ഈ സമയമൊക്കെ ആയപ്പോഴേക്കും. ഓക്കെ, വില്ലേജ് സൊസൈറ്റി ആയി. പിന്നെ ഈ വില്ലേജ് സൊസൈറ്റി എല്ലാം വന്നപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? സോഷ്യൽ ഇൻഇക്വാലിറ്റി സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു കാലഘട്ടം തൊട്ട്. അതായത് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇൻഇക്വാലിറ്റി സ്റ്റാർട്ട് ചെയ്തൊരു സമയമാണ്. അതായത് മെയിൻ ആയിട്ട് ഇത് കാണപ്പെട്ടിരുന്നത് ചീഫുകൾ താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവർക്ക് റെക്ടാങ്കുലർ ഷേപ്പ് ഹൗസസ് ഒക്കെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് കുറെ ഒരു ഭാഗത്ത് ഇങ്ങനെ റെക്ടാങ്കുലർ ഷേപ്പ് ആയിട്ട് ഹൗസസ് ഉണ്ടായിരുന്ന ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞ ചീഫ് നിന്നിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ വരുന്നത് ഈ ബാക്കിയുള്ള പാവപ്പെട്ടവർക്ക് സ്മോൾ ഹട്ട് ഹൗസസ് ഒക്കെയാണ് ബാക്കിയുള്ളവർ നിന്നിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സമയം തൊട്ട് സോഷ്യൽ ഇൻഇക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈ ബറിയൽസ് ഉണ്ടല്ലോ, അത് ഇത്ര നാൾ നമ്മൾ വെറുതെ കുഴിച്ചിട്ടിരുന്നു കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. ഈ ബറിയൽസ് കുറെ ഡിഫറെന്റ് ടൈപ്സ് വന്നു. അതായത് സിംഗിൾ ബറിയൽസ് ആയി, ഒറ്റ ബറിയലായി. അതേപോലെ തന്നെ സ്മോൾ ബോക്സ് ഷേപ്ഡ് ബറിയൽ വന്നു. പിന്നെ ഓക്കഡ് ടൂംസും വന്നു. ഓക്കെ, ഇതൊക്കെ വന്നു. ഇപ്പൊ നമുക്ക് കുറെ ടൈപ്പ് ബറിയലൊക്കെ കാണാൻ പറ്റി ഈ ഒരു ടൈം വെച്ചിട്ട്, ഈ ഒരു ടൈം തൊട്ട്. പിന്നെ ഈ ഇപ്പോഴും ഇവര് ബറിയൽ ചെയ്യുമ്പം അതിന്റെ കൂടെ തന്നെ കുറെ സാധനങ്ങള്, പോട്ടറി, ഇതൊക്കെ അവര് കൂടെ കുഴിച്ചിട്ടിരുന്നു. പിന്നെ ഈ ബറിയൽസ്, അതായത് കുഴിച്ചിടുന്ന സമയത്ത് ഹൗസ് ഉണ്ടല്ലോ, അപ്പൊ ഹൗസിന്റെ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് ഡയറക്ഷനിലാണ് ഇപ്പൊ ആൾക്കാരെ കുഴിച്ചിടുന്നത്. അങ്ങനത്തെ ഒരു ചേഞ്ചും വന്നിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോഴേക്കും. ഓക്കെ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റിയത് ഈ ഒരു സമയത്ത് എന്താ സംഭവം എന്നറിയത്തില്ല, പക്ഷെ വെസ്റ്റേൺ മഹാരാഷ്ട്രയില് കുറെ പിള്ളേരുടെ സ്കെലറ്റൻ കിട്ടി. ഓക്കെ, കുറെ ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ആ ഒരു സമയത്ത് മരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമില് ഹൈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിരുന്നു ഈ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആർട്ടിലോട്ട് പോയാലോ. ആർട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയി. ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരൊക്കെ വന്നു. അതായത് കോപ്പർ സ്മിത്ത് വന്നു, പിന്നെ സ്റ്റോൺ വർക്കേഴ്സ് വന്നു. പിന്നെ ഇവര് മാത്രല്ല കേട്ടോ, അവര് വേറെ കുറെ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അതായത് സ്പിന്നിങ് വന്നു, വീവിങ് വന്നു, പിന്നെ ക്ലോത്ത് മാനുഫാക്ചറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ കുറെ അഡ്വാൻസ്മെന്റ് ഉണ്ടായി. പക്ഷെ സ്റ്റിൽ ആ സമയത്ത് റൈറ്റിങ്സ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നെങ്കിലും റൈറ്റിങ്സ് ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ആ സമയത്ത് ഏറ്റവും മെയിൻ ഒരു സംഭവം നടന്നിട്ടുള്ളത് പോട്ടറിയുടെ കുറെ ടൈപ്സ് വന്നു. അതായത് പോളിക്രോം പെയിന്റഡ് പോട്ടറി വന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറഞ്ഞൊരു മെയിൻ ടൈപ്പ് പോട്ടറി വന്നു. ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി. പിന്നെ ഓക്കറെ കളേർഡ് പോട്ടറി. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് പോട്ടറീസ് ആ സമയത്ത് വന്നു. ഇതൊക്കെ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പി ഏരിയസിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവർ ഓർണമെന്റ്സ് ഇടാൻ തുടങ്ങി. ഓക്കെ, ഓർണമെന്റ്സ് എന്തൊക്കെ വെച്ചിട്ടാണ്? ഷെൽസ്, ബോൺസ്, അതേപോലെ തന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺസും അതിൽ വെച്ചിട്ട് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ധരിക്കാൻ തുടങ്ങി ഇവിടുത്തെ ആൾക്കാർ. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലത്തെ ആൾക്കാർ. ഇതിന്റെ മേജർ സൈറ്റ്സ് പറഞ്ഞാലും നമുക്ക്, ഇതിന്റെ മേജർ സൈറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനില് അഹർ അല്ലെങ്കിൽ ബനാസ് കൾച്ചർ, ഈ ഒരു കൾച്ചറിലാണ് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ടൈം ആയപ്പം ഇവിടെ ശരിക്കും ഈ ഒരു കൾച്ചറാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അവിടെ സ്റ്റോൺ ബ്ലേഡ് കിട്ടിയിട്ടുണ്ട്,
പിന്നെ റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് ഉണ്ട്. സെറാമിക് ട്രഡീഷനും കണ്ടിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങൾ നോക്കിയാലോ. രാജസ്ഥാൻ കഴിഞ്ഞ് പിന്നെ മധ്യപ്രദേശില് കയാത്ത കൾച്ചറിലും ഈ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മാൽവ ഏരിയയിലുള്ള മാൽവ കൾച്ചർ, ഇത് നർമ്മദയുടെ അടുത്താണ് വരുന്നത്. നർമ്മദയുടെ തീരത്ത് അവിടെ മെയിനായിട്ട് വീറ്റ്, ബാർലി, ജോവർ, ലെഗ്യൂംസ്, ഓയിൽ സീഡ്, റൈസ്, ഈവൺ അവിടെ വെച്ചിട്ടാണ് നമുക്ക് മാൽവയെന്നാണ് ടെറാക്കോട്ട ബുൾ ഫിഗർ കിട്ടിയിട്ടുള്ളത്. ടെറാക്കോട്ട വെച്ചിട്ട് ഒരു ബുള്ളിന്റെ ഒരു ഫിഗർ ഉണ്ടാക്കി കിട്ടിയത് നമുക്ക് മാൽവയിലാണ്. പിന്നെ ഇത് കണ്ടിട്ടുള്ളത് വെസ്റ്റേൺ മഹാരാഷ്ട്രയില് ജോർവേ കൾച്ചറിലാണ്. ഓക്കെ, അഹമ്മദാബാദിലും ഉണ്ടായിരുന്നു. അഹമ്മദാബാദില് ദൈമാബാദ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ദൈമാബാദില് ബ്രോൺസ് വെച്ചുണ്ടാക്കിയ എലിഫന്റ് ഫിഗർ കിട്ടിയിട്ടുണ്ട്, റൈനോസറസ്, പിന്നെ അതേപോലെ തന്നെ 2 വീൽഡ് ചാരിയറ്റും ഈ ബ്രോൺസ് വെച്ചുണ്ടാക്കിയ ഈ 3 സംഭവങ്ങളും ഈ അഹമ്മദാബാദിലുള്ള ദൈമാബാദിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടിട്ടുള്ളത് മഹാരാഷ്ട്രയില് ഇമംഗോൺ, നാസിക്, ബീഹാറില് ചിരന്ത്, മധ്യപ്രദേശില് നേവാദ, അതേപോലെ തന്നെ ഗുജറാത്തില് രംഗ്പൂർ. പക്ഷെ ഇത്രയും സ്ഥലം, കുറെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഓരോ സ്ഥലത്തും അവരുടേതായിട്ടുള്ള റീജിയണൽ ഡൈവേഴ്സിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഇത് ഉണ്ടായിരുന്നത് പല രീതിയിലായിരുന്നു. ആ ഒരു റീജിയണൽ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, പിന്നെ അതിനുശേഷം പറയാനുള്ളത്, നമുക്ക് ഇത്രയും കാലം സ്റ്റോൺ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയിരുന്നത് എന്തായിരുന്നു? സ്റ്റോൺ വെച്ചിട്ട് വെപ്പൺസ് അല്ലെങ്കിൽ ടൂളൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? പക്ഷെ ഈ ഒരു കാലഘട്ടം തൊട്ട് നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് വേറെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. അതായത് എന്തായിരിക്കും സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? സ്റ്റോൺ വെച്ചിട്ട് അവര് ബറിയൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് മരിച്ചു കുഴിച്ചിടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ബറിയൽസും മെമ്മോറിയൽസും അവരെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്രയും കാലം അവർ ടൂൾസും വെപ്പൺസും സ്റ്റോൺ വെച്ചുണ്ടാക്കി, ഇപ്പൊ അവര് ബറിയൽസും മെമ്മോറിയൽസും ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു ഇപ്പോഴല്ല കേട്ടോ, ആ ഒരു കാലഘട്ടം നമ്മൾ കാണാൻ തുടങ്ങിയ അടുത്ത പീരീഡ് ആണ് മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് പീരീഡ് ഈ ഒരു ഏജ് വരുന്നത് 1000 to 500 BC-ലാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ച ഏജ് ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? തൊട്ട് മുമ്പ് ഏതാണ് പഠിച്ചത്? ചാൽക്കൊലത്തിക് വരുന്നത് 2000 to 500 BC-ലാണ്. ഹാരപ്പന്റെ തൊട്ട് മുമ്പുള്ള ഫേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൂറൽ സെറ്റിൽമെന്റും ആനിമൽ റെയറിങ് അവർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ചില സ്ഥലത്ത് ഉള്ള സംഭവം, ചില സ്ഥലത്തുള്ള ഈ ചാൽക്കൊലത്തിക് പീരീഡ് ഈവൻ പോസ്റ്റ് ഹാരപ്പൻ ഫേസ് വരെ അത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ നിയോലിത്തിക്കിന് ഹാരപ്പിന് നടുക്കുള്ള പ്രീ ഹാരപ്പൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഗ്രാജുവൽ എവല്യൂഷൻ പീരീഡ് ആണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഈ സമയത്ത് കോപ്പർ ഉപയോഗിച്ചിരുന്നത് മെയിനായിട്ട് ആക്സും പിന്നും ഫിഷിംഗ് ഹുക്സും നൈഫും റോഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹൗസസ് പിന്നെ മെയിനായിട്ട് സ്റ്റോണും മഡ് ബ്രിക്സും വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ആകെ ബേൺഡ് ബ്രിക്സ് ഇവിടെ കണ്ടിട്ടുള്ളത് ഗിലോൻഡ് എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. വില്ലേജ് സൊസൈറ്റി അവർ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റി കാണാൻ പറ്റി. അതെങ്ങനെ കാണുന്നത്? ചീഫുകൾ താമസിച്ചിരുന്ന റെക്ടാങ്കുലർ ഷേപ്പ് ഹൗസസിലും സ്മോൾ ഹട്ടൊക്കെ സാധാ ആൾക്കാർക്കും ഉണ്ടായിരുന്നു. ഈ ബറിയൽസ് ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ വന്നു തുടങ്ങി. സിംഗിൾ, സ്മോൾ ബോക്സ് ഷേപ്ഡ്, ഓക്കഡ് ടോംസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവര് പോട്ടറിയും കുറെ സാധനങ്ങളും അതേപോലെ തന്നെ ഇത് കുഴിച്ചിടുന്നത് വീടിന്റെ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് ഡയറക്ഷനിലൊക്കെ കുഴിച്ചിടാൻ തുടങ്ങി. വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ ഒരുപാട് പിള്ളേർ മരിച്ചതായിട്ട് എവിഡൻസ് ഉണ്ട്. ഹൈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരുന്നു. ആർട്ടിന്റെ ഇതിൽ കുറെ അഡ്വാൻസ്മെന്റ് വന്നു. കോപ്പർ സ്മിത്തും സ്റ്റോൺ വർക്കേഴ്സും വന്നു. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ സ്പിന്നിങ്ങും വീവിങ്ങും ക്ലോത്ത് മാനുഫാക്ചറിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ഇത്രയൊക്കെ അഡ്വാൻസ്മെന്റ് ഉണ്ടായാലും ഈ സമയത്ത് റൈറ്റിംഗ്സ് ഒട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ
ഈ സമയത്ത് പോട്ടറിയുടെ പല ഡിഫറെന്റ് ടൈപ്സ് വന്നു. പോളിക്രോം പെയിന്റഡ് പോട്ടറി, ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി, ഓഗ്രേ കളേർഡ് പോട്ടറി ഒക്കെ വന്നു. ഇതുണ്ടായിരുന്ന രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പിയിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇവർ ഓർണമെന്റ്സ് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഷെല്ലും ബോണും ഒക്കെ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സെമി പ്രഷ്യസ് സ്റ്റോൺസും അവർ വെക്കാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ സൈറ്റ്സ് പറയുന്നതാണ് പിന്നെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ ആയിട്ട് നോക്കാനുള്ള ഈ സൈറ്റിന്റെ ഉള്ളിൽ മാൽവ കൾച്ചറിന്റെ ഉള്ളിൽ ടെറാക്കോട്ട ബുൾ ഫിഗറും, അഹമ്മദാബാദിലുള്ള ദൈമാബാദിൽ ബ്രോൺസ് എലിഫന്റ്, റൈനോസർ, ടൂ വീൽഡ് ചാരിറ്റും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ 2 പോയിന്റ് മെയിൻ ആയിട്ട് അത് പഠിക്കണം. പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ കുറെ സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അവരുടേതായിട്ടുള്ള രീതിയിൽ, അതുകൊണ്ടാണ് ഈ കൾച്ചർ എന്ന് വരുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ കുറെ ചേഞ്ചസ് കാണാൻ പറ്റും. റീജിയണൽ ഡൈവേഴ്സിറ്റി അതിലുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആ ഒരു ഏജിന് ശേഷം പിന്നെ കാണാൻ പറ്റിയത് ഇത്രയും നാൾ സ്റ്റോൺ വെച്ച് നമ്മൾ ടൂൾസും വെപ്പൺസും ആണ് ഉണ്ടാക്കിയിരുന്നത്. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ അവർ ബറിയൽസും മെമ്മോറിയൽസും അവർ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ മെഗാലിത്തിക് പീരീഡ് എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, മെഗാലിത്തിക് പീരീഡിൽ ഈ ബറിയൽസ് ഒക്കെ വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റോൺ, ബിഗ് സ്റ്റോൺസ് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ബിഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതായത് സിംഗിൾ ലാർജ് സ്റ്റോൺ വെച്ചിട്ടൊക്കെ ബറിയൽസ് ഉണ്ടാക്കിയിരുന്നു. ഈ ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ നമ്മൾ കുറെ സംഭവങ്ങൾ ഫോട്ടോസിലൊക്കെ കാണാൻ പറ്റും. NCERT-യിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ബറിയൽസ്, മെമ്മോറിയൽസ് അവർ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റോൺ വെച്ചിട്ട് അവർ ഉണ്ടാക്കുവാണെങ്കിൽ അതിനെ പറയുന്നത് പോളിലിത്തിക് ടൈപ്പ് എന്നാണ്. പോളിലിത്തിക് ടൈപ്പ്, അതായത് ഒരു സ്റ്റോണിൽ കൂടുതൽ വെച്ചിട്ടുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു ബറിയലിൽ ഒരൊറ്റ സ്റ്റോൺ നീളത്തിൽ ഇങ്ങനെ ഒരു ബറിയലിന് വെക്കും. അതിനാണ് മോണോലിത്തിക് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു സ്റ്റോണുള്ളൂ. ഇത് മെജോറിറ്റി, അതായത് ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് ഇവർ കണ്ടിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ബറിയൽസ് ഒക്കെ ഉണ്ടായിട്ടുള്ള പല പല ബറിയൽസും പല രീതിയിൽ പല സ്ഥലത്തുണ്ടായിരുന്നു. അതൊക്കെ എവിടെയാ നോക്കിയാലോ, ഇത് കർണാടകയിൽ ഉണ്ടായിരുന്നു. കർണാടകയില് മസ്കി എന്ന് പറഞ്ഞ സ്ഥലത്തും ഗുൽബർഗ എന്ന് പറഞ്ഞ സ്ഥലത്തും ഉണ്ടായിരുന്നു. അവിടെ മെൻഹിർ മെഗാലിത്തിക് ബറിയൽസ് അവിടെ നടത്തിയിരുന്നു. ഓക്കെ, പിന്നെ ആന്ധ്രാപ്രദേശില് ഫുഡ് സ്റ്റോൺ മെമ്മോറിയൽസ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തില് അംബ്രല സ്റ്റോൺ ഉണ്ടായിരുന്നു. അംബ്രല സ്റ്റോൺ ബറിയൽസ്, അതായത് ഈ ഒരു ഷേപ്പിൽ കുറെ സ്ഥലത്ത് കാണാൻ പറ്റുന്നത് ഇങ്ങനെ. ഓക്കെ, അംബ്രല ഷേപ്ഡ് കേരളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ കർണാടകയിൽ വരുന്ന ബ്രഹ്മഗിരി, പിന്നെ അതേപോലെ തമിഴ്നാട്ടിൽ ഈ 2 സ്ഥലത്താണ് ഡോൾമെൻ ഷേപ്പ് ടൂംബ് കാണാൻ പറ്റിയത്. ടൂംബ്. പിന്നെ അതേപോലെ തന്നെ കൊച്ചിയില് റോക്ക് കട്ട് മെമ്മോറിയൽസും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് പല ടൈപ്പ് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ബറിയൽസും മെമ്മോറിയൽസും. ഇത് കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ സ്റ്റോൺ വെച്ചിട്ട് ബറിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, പോളിലിത്തിക് ടൈപ്പ്. ഒറ്റ സ്റ്റോൺ ആണെങ്കിൽ മോണോലിത്തിക്. അത് ഏറ്റവും കൂടുതൽ കണ്ടത് എവിടെയാണ്, സൗത്ത് ഇന്ത്യയിൽ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? പിന്നെ നോർത്ത് ഇന്ത്യയിലും ഇത് ഉണ്ടായിരുന്നു കേട്ടോ ചില സ്ഥലത്ത്. അതായത് നോർത്തിൽ നമുക്ക് കാശ്മീരിലും UP-യിലും അത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും വിദർഭയിലും ഇതുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാത്തിലും ഈ കുറേ ടൈപ്പ് മെമ്മോറിയലും ബറിയൽസ് ഉണ്ടെങ്കിൽ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുണ്ടായിരുന്നത് ഈ ഡെഡ് ബോഡിയുടെ കൂടെ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി കുഴിച്ചിടുമായിരുന്നു. അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് അവർ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡ് ഓർണമെന്റ്സ്, ഹോഴ്സിനെ വരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പിന്നെ ബഫലോ, ഷീപ്പ്, ഗോട്ട്, ഇതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഇതിലുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിലെല്ലാത്തിലും കോമൺ ആയത് ഇതൊക്കെ അവരുടെ കൂടെ വെക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ചിലവര് ഗോൾഡ് ഓർണമെന്റ്സും ഇങ്ങനെ എല്ലാം ഉള്ളവർ കുറച്ചും കൂടി റിച്ച് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഈ ഷീപ്പും ഗോട്ടും മാത്രമൊക്കെ ഉള്ളവർ കുറച്ച് പുവർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഡിഫറൻസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ എന്തൊക്കെ ആൾക്കാർ കൂടെ കുഴിച്ചിട്ട് നോക്കിയിട്ട് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ആ സമയത്ത്
ആ സമയത്ത് സത്യത്തിൽ അത്ര തന്നെ നടന്നിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇപ്പൊ ഇപ്പൊ കണ്ടത് മെയിൻ ആയിട്ട് മെറ്റൽ ആയിരുന്നു, ബ്രോൺസും കോപ്പറൊക്കെ ആയിരുന്നു. അതിനുശേഷം അയേണിന്റെ യൂസേജ് സ്റ്റാർട്ട് ചെയ്തു. അയേൺ ഈ അയൺ യൂസേജ് സ്റ്റാർട്ട് ചെയ്ത എവിഡൻസ് വരുന്നത് 1000 to 500 BC-യിലാണ് അതിന്റെ മെയിൻ ആയിട്ട് എവിഡൻസ് വരുന്നത്. ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മുടെ പ്രീ ഹിസ്റ്ററി എൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ വെച്ച് നമ്മുടെ പ്രീ ഹിസ്റ്ററി എൻഡ് ചെയ്തു. പ്രീ ഹിസ്റ്ററിയുടെ എൻഡ് ആയിട്ട്, അതായത് റൈറ്റിംഗ്സ് ഇല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ മെയിൻ ആയിട്ട് ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തൊരു സമയമാണ് ഈ ഒരു ഏജ്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്തത് പോകുന്നത് നേരെ ഇൻഡസ് വാലി സിവിലൈസേഷനിലോട്ടാണ്. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് പറഞ്ഞ് നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ. ലാസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മെഗാലിത്തിക് പീരീഡ് ആണ് അല്ലേ? കുറച്ച് കൂടിപ്പോയി. ഓക്കെ, 1000 to 500 BC-യിലായിരുന്നു ബിഗ് സ്റ്റോൺസ് വെച്ചിട്ട് അവര് ബറിയൽസും മെമ്മോറിയൽസും ഉണ്ടാക്കാൻ തുടങ്ങി. അത് മെയിനായിട്ട് ഒന്നി കൂടുതലാണെങ്കിൽ പോളിലിത്തിക് ടൈപ്പും ഒരെണ്ണാണെങ്കിൽ മോണോലിത്തിക് ആണ്. അത് ഏറ്റവും ബൾക്കായിട്ട് കണ്ടിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. ഓക്കെ, അതിന്റെ പല ടൈപ്പ് ബറിയൽസ് വരുന്ന സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് അവർ കൂടെ സാധനങ്ങൾ കുഴിച്ചിട്ടിരുന്നു. ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിരുന്നു കണ്ടിരുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി, പിന്നെ അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ്, ഗോൾഡ് ഓർണമെന്റ്സ്, ഹോഴ്സ്, ബഫലോ, ഷീപ്പ്, ഗോട്ട്. ഇത് എങ്ങനെയാണ് എത്രയൊക്കെ സാധനങ്ങൾ ഒരാളുടെ കൂടെ കുഴിച്ചിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം യൂസ് ഓഫ് അയൺ സ്റ്റാർട്ട് ചെയ്തു. അയൺ കണ്ടുപിടിക്കാൻ തുടങ്ങി 1000 to 500 BC-യിലാണ് അയൺ കിട്ടി തുടങ്ങിയത് നമുക്ക് കുഴിക്കുമ്പോൾ. ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ പ്രീ ഹിസ്റ്ററി തീർന്ന് ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി വന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൊത്തം കഴിഞ്ഞ് ഇത് UPSC ട്യൂഷൻ ആണല്ലോ, നമുക്ക് മൊത്തം റിവൈസ് ചെയ്താൽ ഒറ്റയടിക്ക്, അതായത് എല്ലാം ക്ലിയർ ആയിട്ട് പറയാനുള്ള ജസ്റ്റ് ആ സ്റ്റോറി ഒന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഹിസ്റ്ററി മെയിൻ ആയിട്ട് പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ ഹിസ്റ്ററിയിൽ റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നില്ല, പ്രോട്ടോ ഹിസ്റ്ററിയിൽ റൈറ്റിംഗ് അവൈലബിൾ ആയി, ഹിസ്റ്ററിയിൽ റൈറ്റിംഗ്സ് ഉണ്ട്. അതിൽ ഡിഫറൻസ് വരുന്നത് പ്രോട്ടോ ഹിസ്റ്ററിയിൽ റൈറ്റിംഗ് ഉണ്ടെങ്കിലും അത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പ്രീ ഹിസ്റ്ററി വരുന്ന സ്റ്റോൺ ഏജ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. പാലിയോലിത്തിക്കിലാണ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ലോവർ, മിഡിൽ, അപ്പർ. അതിൽ ലോവർ ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഐസ് ഏജ് ആയിരുന്നു, ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു, സ്റ്റോൺ ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, പോളിഷ്ഡ് ആയിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് മിഡിലൊക്കെ ആയപ്പോഴേക്കും ഷേപ്പ് വന്നു, ഷാർപ്പായി. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ സ്മോൾ ആനിമൽസിന് മീറ്റ് കട്ടിങ്ങിന് ഉപയോഗിച്ചു. അത് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പറിലോട്ട് പോയപ്പോഴേക്കും ഐസ് ഏജ് എൻഡ് ചെയ്തു, ക്ലൈമറ്റ് കുറച്ചും കൂടി ചൂടായി, ഹോമോസേപ്പിയൻസായി, സ്റ്റോണിന്റെ ടെക്നോളജിയും കൂടി. അത് കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ട് മീസോലത്തേക്ക് പോയി, ഐസ് മൊത്തം മെൽറ്റായി, ഫോണ ചേഞ്ച് വന്ന്, അഡ്വാൻസ്മെന്റ് ഇൻ ടൂൾസ് വന്നു. ഗംഗാ പ്ലെയിൻസിന്റെ അടുത്താണ് ആദ്യത്തെ ഹ്യൂമൻ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മൈക്രോലിത്സ് ആയി, സ്റ്റോൺ ടൂൾസ് ഒക്കെ മിനിയേച്ചർ ടൈപ്പായി ഉണ്ടാക്കിയിരുന്നത്. ക്രിപ്റ്റോ ക്രിസ്റ്റലൈൻ സിലിക്കും ഫൈനലി ഗ്രെയിൻഡ് റോക്സും വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ക്ലൈമറ്റ് ചേഞ്ച് വന്ന് ഗ്രാസ് ലാൻഡ് കൂടി, ഡിയർ, ആന്റിലോപ്പ്, ഗോട്ട്, ഷീപ്പ്, കാറ്റിലൊക്കെ വന്നു. അതിന് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ ആൾക്കാർ പറഞ്ഞു. ആദ്യം വൈൽഡ് ഡോഗ് ആണെങ്കിലും പിന്നീട് ഷീപ്പും ഗോട്ടൊക്കെ ആയിട്ട് മാറി. ഫാമിങ്ങിന്റെ എവിഡൻസ് ഉണ്ട്, വീറ്റ്, ബാർലി, റൈസ്. ആർട്ട് ലവേഴ്സ് ആയിരുന്നു, റോക്ക് പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. 150 റോക്ക് പെയിന്റിങ്സ് ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ബിലീഫ് വന്നത്. അതിനുശേഷം ബറി ചെയ്യുമ്പോൾ നമ്മൾ കുറെ സാധനങ്ങളും ആനിമൽസ് ഫുഡും വെച്ചിട്ട് നമ്മൾ ബറി ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോണേജിന്റെ ന്യൂലിത്തിക് ഏജിലോട്ട് പോയി. ഗോതൻസിൽ ഡേ പറയുന്ന റെവല്യൂഷൻ നടന്ന ഈ സമയത്താണ്. അത് നമ്മൾ സ്വന്തമായിട്ട് അഗ്രികൾച്ചർ തുടങ്ങി, നമ്മൾ സ്വന്തമായിട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഫുഡ് പ്രൊഡ്യൂസ് ഉണ്ടാക്കി കഴിക്കാനുള്ളത്. അത് കഴിഞ്ഞ് സ്റ്റോൺ പോളിഷ്ഡ് ആയി, സെൽസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേര് വിളിച്ചു. റൈസ്, വീറ്റ്, ബാർലി, ഹോഴ്സ് ഗ്രാം, റാഗി, കോട്ടൺ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട് കാറ്റിൽ, ഷീപ്പ്, ഗോട്ടൊക്കെ വന്നു. പോട്ടറി അവർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചു. ആദ്യം ഹാൻഡ് വെച്ച്, പിന്നെ വീലൊക്കെ വന്നു. അഗ്രോ പാസ്റ്ററൽ സൊസൈറ്റി സൗത്തിലും ഉണ്ടായിരുന്നു, കർണാടകയിലാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ കോട്ടൺ ആൻഡ് വൂൾ ക്ലോത്ത്സ് വന്നു. മഡ് വെച്ചിട്ട് അവർ റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ ഹൗസസ് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ സെറ്റിൽ സൊസൈറ്റി ആയി. ഇന്ത്യൻ വില്ലേജസ് നോർത്തിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. കാശ്മീരിൽ പിറ്റ് ഡ്വെല്ലിങ്ങിന്റെ എവിഡൻസ് ഉണ്ടായിരുന്നു. റിവർ വാലീസും മൗണ്ടൻസിന്റെ അടുത്താണ് ഒരു വീട് വെച്ചിരുന്നത്. അങ്ങനെ സ്റ്റോൺ ഏജ് തീർന്ന് നമ്മൾ മെറ്റൽ കണ്ടുപിടിക്കാൻ തുടങ്ങി. മെറ്റൽ മെയിനായിട്ട് കോപ്പറും ലോ ഗ്രേഡ് ബ്രോൺസും ആണ് കണ്ടുപിടിച്ചിരുന്നത്. ആ ഒരു ഏജിനെയാണ് നമ്മൾ ചാൽക്കൊലത്തിക് പീരീഡ് എന്ന് പറയുന്നത്. 2000 BC തൊട്ട് 500 BC വരെയാണ്. പ്രീ ഹാരപ്പൻ സ്റ്റേജിനാണ് ഇത് പറയുന്നത്. ഓക്കെ, സം പ്ലേസസിൽ ഇതും പോസ്റ്റ് ഹാരപ്പൻ ഫേസ് വരെ നമുക്ക് ഇത് കാണാൻ പറ്റിയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ്. ഈ ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് ആണ്, ഒരു ഗ്രാജുവൽ എവല്യൂഷൻ നടന്ന പീരീഡ് ആണ്. കോപ്പർ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയിരുന്നത് ആക്സും
പിന്നും ഫിഷിംഗ് ഹുക്സും നൈഫും റോഡ്സും ആണ്. ഹൗസസ് എന്ന് പറയുന്നത് സ്റ്റോണും മഡ് ബ്രിക്സും വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ബേൺ ബ്രിക്സ് ഉണ്ടായിരുന്നില്ല. ആകെ കണ്ടിട്ടുള്ളത് ഗിലോൺ സൈറ്റ് എന്ന് പറഞ്ഞ് രാജസ്ഥാനിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ വില്ലേജ് സൊസൈറ്റി ആയിരുന്നു. സോഷ്യൽ ഇൻഇക്വാലിറ്റി അതിൽ കാണാൻ പറ്റി. ചീഫുകൾക്ക് റെക്ടാങ്കുലർ ഹൗസസും ബാക്കിയുള്ളവർക്ക് സ്മോൾ ഹട്ടും ആയിരുന്നു. ബറിയൽസ് പല ടൈപ്പ് വന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ആർട്ടില് കോപ്പർ സ്മിത്ത്, സ്റ്റോൺ വർക്കേഴ്സ്, സ്പിന്നിങ്, വീവിങ്, ക്ലോത്ത് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പോട്ടറിയുടെ പല ടൈപ്പ് വന്നു. പോളിക്രോം പെയിന്റഡ് പോട്ടറി, ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി, ഓക്രി കളർഡ് പോട്ടറി. ഓർണമെന്റ്സ് അവർ ഉണ്ടാക്കാൻ തുടങ്ങി. ഷെൽസും ബോണും സെമി പ്രഷ്യസ് സ്റ്റോണും വെച്ചിട്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളും അതിന്റെ കൾച്ചർ രീതിയിൽ പറയുന്നുണ്ട്. അതിൽ മാൽവയിലാണ് ടെറക്കോട്ട ബുൾ ഫിഗറും, ദൈമവാദിലാണ് ബ്രോൺസ് എലിഫന്റും ബ്രോൺസ് റൈനോസറും ബ്രോൺസ് ടു വീൽഡ് ചാരിറ്റും കണ്ടിട്ടുള്ളത്. ഇത് എല്ലാ സ്ഥലത്തും റീജിയണൽ ഡൈവേഴ്സിറ്റി നമുക്ക് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോൺ പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ബറിയൽസ് മെമ്മോറിയൽസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. ആ ഒരു റീജിയനാണ് മെഗാലത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ മെഗാലത്തിക് പീരീഡിൽ നമുക്ക് ബിഗ് സ്റ്റോൺ ആണ് കാണപ്പെട്ടത്. അതിൽ ഒരു സ്റ്റോൺ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ മോണോലിത്തിക്, അത് ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലും ഒന്നിൽ കൂടുതലാണെങ്കിൽ പോളിലിത്തിക് ടൈപ്പ് എന്നും പറഞ്ഞിരുന്നു. അത് പല ടൈപ്പിൽ ബറിയൽസ് ഉണ്ടായിരുന്നു, പല സ്ഥലത്തായിട്ട് അത് പറയുന്നുണ്ട്. ഇതിൽ എല്ലാ സ്ഥലത്തും കൂടുതൽ ആൾക്കാർ സംഭവങ്ങൾ കുഴിച്ചിട്ടിരുന്നു. അത് നോക്കിയിട്ട് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം അയൺ കണ്ടുപിടിച്ചു 1500 BC. അതിനുശേഷം പ്രീ ഹിസ്റ്ററി തീർന്ന് നമ്മുടെ ഹിസ്റ്ററി ബിഗിൻ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാവരും ഇത് പഠിച്ച് റിവൈസ് ചെയ്തിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും. സോ ബി റെഡി. അപ്പൊ നമുക്ക് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഈ ക്ലാസ് മൊത്തം കേട്ടവര് എന്റെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇടാൻ വേണ്ടി ഒരു ലൈക്ക് ബട്ടൺ ഞെക്കാം. അപ്പൊ എത്ര പേര് ക്ലാസ് മൊത്തം കണ്ടു എനിക്ക് മനസ്സിലാവും. സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ്സിൽ ഇടാം. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ റെക്ടിഫൈ ചെയ്തതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബൈ ബൈ.